എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫൈനൽ അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഫൈനൽ അക്കൗണ്ട്സ് ആയ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും അതിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും ബാലൻസ് ഷീറ്റും ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കൊമേഴ്സ് മേഖലയുമായി ബന്ധപ്പെട്ട എക്സാമുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതിനകത്തുനിന്ന് വരാറുണ്ട്. വളരെ ഈസി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് നോക്കാം. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നിലേക്കും പോകാം. എന്തൊക്കെയാണ് ഇവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ? അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് എന്നും പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്നും അതിനെ രണ്ടായിട്ട് തിരിക്കുന്നു. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് എന്നും പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് എന്നും രണ്ടായിട്ട് തിരിക്കുന്നു. ഇതിനകത്ത് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരുന്നതാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിലോ ബാലൻസ് ഷീറ്റാണ്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലൻസ് ഷീറ്റാണ്. മറന്നു പോകരുത്. അപ്പം നമ്മൾ ഇതിനകത്ത് ഇതിനകത്തൊന്നുമില്ല നമുക്ക് പഠിക്കാനായിട്ട്. ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സും പിന്നെ ബാലൻസ് ഷീറ്റിൽ വരുന്നത്. ഓക്കെ, ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസുകൾ, പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള എക്സ്പെൻസുകളെ ഡെബിറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. എന്നാൽ അപ്പോൾ ട്രേഡ് റിസൾട്ട് ഒരു ബിസിനസ്സിൻ്റെ ട്രേഡ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ നെറ്റ് റിസൾട്ട്, ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് റിസൾട്ട് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. മറന്നു പോകരുതേ. ഓക്കെ, അങ്ങനെ നമ്മുടെ നോക്കിക്കേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ നോർമലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒരു ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ പ്രവർത്തിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു ബിസിനസ് പ്രവർത്തിക്കുന്നത് തന്നെ ലാഭത്തിന് വേണ്ടിയിട്ടല്ലയോ? അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടെത്തിയാൽ എവിടെയാണ് നമുക്ക് ചിലവ് കുറയ്ക്കേണ്ടത്, എവിടെയാണ് കൂട്ടേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് തീരുമാനങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ ഇങ്ങനെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നു. നോർമലി ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് സോൾ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് നമ്മുടെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ദെൻ അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. റവന്യൂ സ്റ്റേറ്റ്മെൻറ്റ് അഥവാ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് കൃത്യമായി അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണിതെന്ന് ഡെഫിനിഷനൊന്നും ചോദിക്കത്തില്ല നോർമലി, പക്ഷേ നമ്മൾ ഓരോന്നിനെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ദെൻ നോക്കിക്കേ, ഇതിനകത്ത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനകത്ത് എല്ലാ നോമിനൽ അക്കൗണ്ടുകളുടെയും ടോട്ടൽ എമൗണ്ടിൻ്റെ ബാലൻസ് കാണിക്കണം. എന്താണ് നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ? നമുക്ക് നോർമലി അക്കൗണ്ടിങ്ങിൽ 3 ടൈപ്പ് അക്കൗണ്ട്സ് ആണുള്ളത്. എത്ര ടൈപ്പ് അക്കൗണ്ട്സ് ഉണ്ട്? 3 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്. റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്, ദെൻ പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്. ഈ 3 അക്കൗണ്ടുകളും അതിനെ ഡെബിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്രെഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൃത്യമായി പഠിച്ചിരുന്നാൽ നമുക്കൊരു കൺഫ്യൂഷനും ഉണ്ടാകാതെ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, റിയൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അസറ്റുകളുടെ അക്കൗണ്ടുകളെയാണ് നമ്മൾ റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അസറ്റുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. അസറ്റ് കൂടിക്കഴിഞ്ഞാൽ, അസറ്റിന് ഇൻക്രീസ് സംഭവിച്ചാൽ, കൂടിയാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ബിസിനസ്സിലേക്ക് അസറ്റ് വന്നാൽ ഡെബിറ്റ് ചെയ്യും. റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ബിസിനസ്സിലേക്ക് എന്താണോ വരുന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇപ്പോൾ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെ, അതാണ് റിയൽ അക്കൗണ്ടിൻ്റെ റൂള്. ഓക്കെ ആണേ. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളെ നമ്മൾ നോമിനൽ അക്കൗണ്ട് എന്ന് പറയുന്നു. എക്സ്പെൻസുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകളാണ് നോമിനൽ അക്കൗണ്ട്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ആൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നതാണ് നോമിനൽ അക്കൗണ്ടിൻ്റെ റൂള്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ആൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ടാണ്, വ്യക്തികളുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുകൾ. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്താണ്? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ.
ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ് പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂള്. അങ്ങനെ 3 അക്കൗണ്ടുകളാണുള്ളത്. ഈ 3 അക്കൗണ്ടുകളും അതിലെന്തൊക്കെയാണ്? അത് അസറ്റ് വന്ന അസറ്റിന് ഇൻക്രീസ് ആണെങ്കിൽ ഡെബിറ്റ്, വ്യക്തികൾ ഡെബിറ്റ് ദ റിസീവർ, ഒരാൾക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ കിട്ടിയ ആളെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, കൊടുത്ത ആളെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസുകൾക്കെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് അക്കൗണ്ടിങ്ങിൽ കൃത്യമായ ജേണൽ എൻട്രി നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ വന്നിരിക്കുന്ന ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. ദെൻ അങ്ങനെ ഇനി നമ്മുടെ പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു. എന്നാലും നമ്മൾ ഏറ്റവും അറ്റ് ലാസ്റ്റ് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്ന് അറിയണ്ടേ? ലാഭം മൊത്തത്തിൽ എത്ര രൂപ ആസ്തി ഉണ്ടെന്ന് അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയ ബാലൻസ് ഷീറ്റ് ഒരു പർട്ടിക്കുലർ ഡേറ്റിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യും. എന്ത് പ്രിപ്പയർ ചെയ്യുന്നു? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ എന്നിട്ട് നമ്മളുടെ എല്ലാ റിയൽ അക്കൗണ്ടിൻ്റെയും പേഴ്സണൽ അക്കൗണ്ടിൻ്റെയും ബാലൻസിനെ നമ്മൾ എവിടെ കാണിക്കുന്നു? ബാലൻസ് ഷീറ്റിൽ കാണിക്കും. എവിടെ കാണിക്കും? ബാലൻസ് ഷീറ്റിൽ കാണിക്കും. ഓക്കെ ആണോ? അടുത്തത് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ട്രേഡ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത് പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള എക്സ്പെൻസുകൾ, ഡയറക്റ്റ് എക്സ്പെൻസുകളെ ഡെബിറ്റ് ചെയ്യുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ. ട്രേഡ് റിസൾട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. നോക്കേ, എന്തൊക്കെയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്? ട്രേഡ് റിസൾട്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഇതിനകത്ത് ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ടാണ്. ഇതിനകത്ത് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ നമ്മൾ കണ്ടെത്തുന്നു. ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു. ദെൻ ഗ്രോസ് പ്രോഫിറ്റോ ഗ്രോസ് ലോസോ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒന്നുമില്ല, നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് ആ വാങ്ങിയ വിലയിൽ നിന്നും വിറ്റ വിലയിൽ എത്ര രൂപയ്ക്ക് വിറ്റ വിലയിൽ നിന്നും നമ്മുടെ വാങ്ങിയ വില എത്രയാണോ അത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടും. അതായത് ഇതിൻ്റെ വിറ്റ വില കൂടുതലും വാങ്ങിയ വില കുറവാണെങ്കിൽ ലാഭമായിരിക്കും. എന്നാൽ നമ്മൾ വാങ്ങിയതിനേക്കാട്ടിൽ വില കുറച്ചാൽ വിറ്റെന്നുണ്ടെങ്കിൽ നമുക്കത് ഗ്രോസ് ലോസ് ആയിരിക്കും. അത്രയേ ഉള്ളൂ നോർമലി നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിന്നെ നിങ്ങൾ അത്യാവശ്യമായി പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കിക്കേ, ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ എത്ര രൂപയ്ക്കാണോ നമ്മൾ വിറ്റത് ആ വിറ്റ തുകയിൽ നിന്നും എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അത് കുറച്ചാൽ നമുക്ക് കിട്ടും. ഇതിനടുത്ത് നോക്കിക്കേ, ദെൻ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര രൂപയ്ക്ക് വിറ്റു എന്നുള്ളതാണ് ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ വളരെ ശ്രദ്ധിക്കുക. പർച്ചേസ് എന്ന് പറഞ്ഞാൽ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് ആണ്. പർച്ചേസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ വിൽക്കുകയാണ്, വരുമാനമാണ്. സോ എന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. സെയിൽസിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസും പർച്ചേസിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസുമാണ്. എന്നാൽ പർച്ചേസ് ചെയ്ത സാധനം തിരിച്ചു കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് റിട്ടേണിന് എന്തായിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതുപോലെ സെയിൽസ് റിട്ടേണിന് എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആണ്. സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. നമ്മൾ വിറ്റ സാധനം തിരിച്ചു കൊണ്ടുവരുവാണ്, മനസ്സിലായോ? നമ്മളൊരു സാധനം ഒരാൾക്ക് വിറ്റു, അയാൾ ആ സാധനം കൊള്ളത്തില്ലെന്നും പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നു, മനസ്സിലായോ? അതിനെയാണ് സെയിൽസ് റിട്ടേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് കണ്ടുപിടിക്കുമ്പോഴും ടോട്ടൽ പർച്ചേസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആകെയുള്ള പർച്ചേസിൽ നിന്നും പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുമ്പോഴാണ് ടോട്ടൽ പർച്ചേസ് കിട്ടുന്നത്. അതുപോലെ ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറയ്ക്കുമ്പോഴാണ് സെയിൽസ് കിട്ടുന്നത്. ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ കുറയ്ക്കുമ്പോഴാണ് നമ്മുടെ ഗ്രോസ് സെയിൽസ് കിട്ടുന്നത്. അതിൽ എത്ര രൂപയ്ക്ക് വിറ്റു എന്നുള്ളതിൻ്റെ ടോട്ടൽ സെയിൽസ് കിട്ടുന്നത്, മനസ്സിലായി? നെറ്റ് സെയിൽസ് കിട്ടുന്നത്. ദെൻ ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്. എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കേണ്ടത്? അതായത് കഴിഞ്ഞ വർഷം നീക്കിയിരിപ്പുള്ള സാധനം, കഴിഞ്ഞ മാസം നീക്കിയിരിപ്പുള്ള സാധനം, അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ. പിറ്റേ മാസമാകുമ്പോൾ എന്തായി മാറും? അത് ഓപ്പണിംഗ് സ്റ്റോക്കായി മാറും. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ നമ്മൾ പുതിയതായി ഈ വർഷം വാങ്ങിച്ചത് എന്തെല്ലാമാണോ അത് കൂട്ടും. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് കൂട്ടിയതിന് ശേഷം കൂടാതെ എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും ആഡ് ചെയ്യും. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസുകൾ കൂട്ടിയതിന് ശേഷം എന്താണ് കുറയ്ക്കുന്നത്? എത്ര രൂപയുടെ സാധനം അവിടെ ഇരിപ്പുണ്ടോ, ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് വിൽക്കാതിരിക്കുന്നുണ്ടോ അതിനെ കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഒന്നുമില്ല,
ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ അടുത്ത നോക്കേ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നെറ്റ് സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് കുറച്ചാൽ മതി. നമ്മൾ എങ്ങനെ വിറ്റ വില എനിക്കറിയാം, ലാഭവും അറിയാം, വിറ്റ വിലയും അറിയാം. വിറ്റ വിലയ്ക്കകത്ത് നിന്ന് ലാഭം ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ വിറ്റ വിലയും ലാഭവും തമ്മിലുള്ള വ്യത്യാസമല്ല ഞാൻ എത്ര രൂപയ്ക്ക് വാങ്ങിയ വില കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെയാണ് ഒരു സാധനം വിൽക്കുന്നത്? ഞാൻ വാങ്ങിയ വിലയ്ക്ക് അതിന് ലാഭം കൂടെ കൂട്ടിയിട്ടായിരിക്കും ഒരു സാധനം വിൽക്കുന്നത്. അത്രേ ഉള്ളൂ. ഇതൊക്കെ ലോജിക്കലി അത്രേ ഉള്ളൂ കാര്യങ്ങൾ. ദെൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ എന്താന്ന് പറയുന്നത് സെയിൽ, നഷ്ടം, ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ദ എക്സസ് ഓഫ് പർച്ചേസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസസ് ഓവർ സെയിൽസ്. വിറ്റതിനേക്കാട്ടി കൂടുതൽ ചിലവ് നമുക്ക് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടായി. അതിനെ നമ്മൾ നഷ്ടമാണ്, ഗ്രോസ് ലോസാണ്, നഷ്ടമാണ്. എന്താണ് ചെയ്യുന്നത്? നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. എന്ത് ചെയ്യുന്നു? ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഇതിനടുത്ത് നോക്കേ, ഗ്രോസ് ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്നും സെയിൽസ് കുറയ്ക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ മേടിച്ച വിലയാണ് കൂടുതൽ, കണ്ടോ? മേടിച്ച വില കൂടുതലാണ് വിറ്റ വിലയെക്കാട്ടിലും. അപ്പോഴാണ് നമുക്ക് ലോസ് കിട്ടുന്നത്. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ? ദെൻ ഗ്രോസ് ലോസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസസ് ഡയറക്റ്റ് എക്സ്പെൻസിൽ നിന്നും സെയിൽസിനകത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് എത്ര രൂപയ്ക്ക് വിറ്റു, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് ലോസ് കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായല്ലോ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ലേ? അടുത്ത് നോക്കിക്കേ, നമ്മൾ പറയാൻ പോകുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോമാറ്റാണ്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞല്ലോ? ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തെല്ലാം കാര്യങ്ങൾ വരും? ഒന്നുമില്ല, ഒരു ട്രേഡ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, ഒരു എക്സ്പെൻസ് കണ്ടാൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണോ നമ്മൾ തിരിച്ചറിയുന്നത്. പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള ഒരു ചിലവാണോ അതെന്നറിയണം. പ്രൊഡക്ഷനുമായി അതിന് നേരിട്ട് ബന്ധമുണ്ടോ എന്നറിയണം. ഓക്കെ, പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള ചിലവുകളെ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകളെന്നാണ് പറയുന്നത്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകാം. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുന്നു. ദെൻ പർച്ചേസസ്, എത്ര രൂപയുടെ സാധനമാണ് നമ്മൾ ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടി വാങ്ങിയെന്നുള്ളത് എഴുതുന്നു. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റിട്ടേൺ ഔട്ട്വേർഡ്, ഞാൻ കുറേ സാധനം വാങ്ങിച്ചു, ഒരു 50,000 രൂപയുടെ സാധനം ഞാൻ വാങ്ങിച്ചു, പക്ഷേ ആ 10,000 രൂപയുടെ സാധനം കൊള്ളാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? തിരിച്ചയച്ചു. മനസ്സിലായോ? തിരിച്ചയച്ചു. സോ അപ്പം ടോട്ടൽ പർച്ചേസ് എങ്ങനെ കൂട്ടും? ഞാൻ 50,000 രൂപയുടെ സാധനം വാങ്ങിച്ചു, 10,000 രൂപയുടെ സാധനം തിരിച്ചയച്ചു. ദെൻ എത്ര ഉണ്ട്? നെറ്റ് പർച്ചേസ് എത്ര ഉണ്ട്? 40,000 അല്ലേ ഉള്ളൂ. അപ്പം 10,000 രൂപയുടെ സാധനം തിരിച്ചയച്ചു. സോ എന്താണ്? 40,000 രൂപയേ ഉള്ളൂ. ദെൻ പർച്ചേസസ്. ദെൻ നോക്കിക്കേ, എല്ലാ ചിലവുകളും പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ചിലവുകളുണ്ടോ അതെല്ലാം നോക്കിക്കേ, എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും കാണിച്ചേക്കുവാണ്. ഏതൊക്കെയാണ്? ക്യാരിയേജ് ഇൻവേർഡ്, ഫ്രൈറ്റ്, ക്യാരിയേജ്, കാർട്ടേജ്. ദെൻ ക്യാരിയേജ് ഇൻവേർഡ് ആണ്, ഔട്ട്വേർഡ് അല്ല. ക്യാരിയേജ് ഔട്ട്വേർഡ് അല്ല, ക്യാരിയേജ് ഇൻവേർഡ് ആണ്. ദെൻ കസ്റ്റം ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി, വേജസ്, ഒക്ട്രോയി, ഡോക്ക് ഡ്യൂസ്, ഗ്യാസ്, വാട്ടർ, ഫ്യൂവൽ, ഫാക്ടറി എക്സ്പെൻസുകൾ, ഫാക്ടറി ഓവർഹെഡ്, ഫാക്ടറി എക്സ്പെൻസുകൾ. അതുപോലെ തന്നെ റോയൽറ്റി ഓൺ പ്രൊഡക്ഷന് റോയൽറ്റി കൊടുത്തു. ദെൻ പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ, നമ്മൾ പ്രൈമറി ആയിട്ട് പാക്കിംഗ് മെറ്റീരിയൽ, നമുക്കൊരു പ്രൊഡക്ഷന് നമ്മൾ പാക്ക് ചെയ്തിട്ട് വെക്കേണ്ട സാധനങ്ങളുണ്ടല്ലോ, ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം അതിനെ പാക്ക് ചെയ്ത് വെക്കേണ്ട മെറ്റീരിയൽസ്. ദെൻ അതുപോലെ തന്നെ ട്രേഡ് എക്സ്പെൻസ് അല്ല, ട്രേഡ് ചാർജസ് ആണ്, മറന്നു പോകരുത്. ട്രേഡ് ചാർജസ്, ക്ലിയറിംഗ് ചാർജസ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, ദെൻ കോൾ ആൻഡ് കോക്ക്. ഓക്കെ, ഇത്തരം എക്സ്പെൻസുകൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഒന്നും കൂടി പറയാം, അതായത് ഒറ്റ കാര്യം ആലോചിച്ച് നോക്കുക. പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുണ്ടോ അതിനെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആയിരിക്കും. പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള എല്ലാ എക്സ്പെൻസുകളും എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളും നമ്മൾ എവിടെ എഴുതും? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. ദെൻ നോക്കിക്കേ, എങ്ങനെയാണ്? അപ്പം നമ്മൾ ആദ്യമായിട്ട് മേടിച്ചു, സാധനങ്ങൾ വാങ്ങിച്ചു, പർച്ചേസ് ചെയ്തു. ദെൻ പർച്ചേസ് ചെയ്ത സമയത്ത് കുറേ സാധനം തിരിച്ചയച്ചു. ദെൻ കൊള്ളത്തില്ല നമ്മൾ തിരിച്ചയച്ചു. അങ്ങനെ ടോട്ടൽ പർച്ചേസ് കണ്ടുപിടിച്ചു. ദെൻ എന്തെല്ലാം ചിലവുകളുണ്ടോ, ക്യാരിയേജ് ആയിക്കോട്ടെ, ഫ്രൈറ്റ് ആയിക്കോട്ടെ, ദെൻ
കാർട്ടേജ്, കസ്റ്റംസ് ഡ്യൂട്ടി, ഇമ്പോർട്ട് ഡ്യൂട്ടി, വേജസ്, ഒക്ട്രോയി, ഡോഗ് ഡ്യൂസ്, ഗ്യാസ്, വാട്ടർ, ഫ്യൂവൽ, ദെൻ ഫാക്ടറി എക്സ്പെൻസസ്, ദെൻ റോയൽറ്റി ഓൺ പ്രൊഡക്ഷൻ, പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ, ക്ലിയറിംഗ് ചാർജസ്, ദെൻ ട്രേഡ് ചാർജസ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, കോൾ ആൻഡ് കോക്ക്, ഇതെല്ലാം തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും. എന്നാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? സെയിൽസ്, എത്ര രൂപയ്ക്ക് വിറ്റു. ദെൻ സെയിൽസ് നമ്മൾ പറഞ്ഞായിരുന്നു, വിറ്റ ടോട്ടൽ സെയിൽസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺസ് കുറയ്ക്കുമ്പോഴാണ് സെയിൽസ് കണ്ടുപിടിക്കുന്നത്, നെറ്റ് സെയിൽസ് കിട്ടുന്നത് അല്ലേ. ദെൻ അത് കണ്ടുപിടിക്കുന്നു. ദെൻ വാല്യൂ ഓഫ് അബ്നോർമൽ ലോസ്, നോർമൽ ലോസും ഉണ്ട്, അബ്നോർമൽ ലോസും ഉണ്ട്. നോർമൽ ലോസ് എന്ന് വെച്ചാൽ നമുക്ക് നോർമലി എന്തായാലും ഒരു ഈ ഗ്ലാസിൻ്റെയൊക്കെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഗ്ലാസിൻ്റെയൊക്കെ വിലയിടുന്ന സമയത്ത് ഈ നോർമൽ ലോസും അബ്നോർമൽ ലോസും ഒക്കെ നമ്മൾ പഠിക്കും. അതായത് നമുക്ക് എന്തായാലും കുറേ അങ്ങ് പോകും, പൊട്ടിപ്പോകും. അപ്പം നമ്മൾ ആ പൊട്ടിപ്പോകുന്ന ഗ്ലാസ്സിനും കൂടെ അതിനും കൂടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്കുണ്ടായ ചിലവുണ്ടല്ലോ, അതുൾപ്പെടെയായിരിക്കും നമ്മൾ ഈ പൊട്ടാത്ത ഗ്ലാസ്സിന് ചാർജ് ചെയ്യുന്നത്. നോർമൽ ലോസ്. അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്ന വഴിക്ക് നമുക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി, സാധനങ്ങൾ കൊണ്ടുവരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അതങ്ങനെ കുറേ അങ്ങ് നഷ്ടപ്പെട്ടു പോയി, തെഫ്റ്റ് അല്ലെങ്കിൽ കത്തിപ്പോവുക, അതിനെയാണ് നമ്മൾ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അബ്നോർമൽ ലോസും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമ്മൾ എഴുതും. എത്ര രൂപയുടെ അബ്നോർമൽ ലോസ് ഉണ്ടെന്നുള്ളത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് എഴുതുക, അതിൻ്റെ ഡിഫറൻസ് കാണുക. ദെൻ നമ്മൾ പറഞ്ഞില്ലേ ഗ്രോസ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കും, ഇതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കും. ഓക്കെ, ഇതിൻ്റെ രണ്ടിനെയും നമ്മൾ ടോട്ടൽ ചെയ്യും. ദെൻ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരും, ലോസ് ആണെങ്കിൽ അവിടെ വരും. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓപ്പണിംഗ്. ഇനി നമ്മൾ ഓരോരോ എക്സ്പെൻസുകളെ കുറിച്ച് പഠിക്കുകയാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, കഴിഞ്ഞ വർഷം ഒന്നുകിൽ നമ്മൾ കഴിഞ്ഞ മാസം വിൽക്കാതിരുന്ന സാധനങ്ങളെ പിറ്റേ മാസത്തേക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ പിറ്റേ മാസം ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് എഴുതും. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ വിൽക്കാതിരിക്കുന്ന സാധനത്തെ നമ്മൾ എഴുതുന്നു. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അതുപോലെ തന്നെ ദ സ്റ്റോക്ക് ഇൻ ഹാൻഡ് അറ്റ് ദ ബിഗിനിങ് ഒരു അക്കൗണ്ടിങ് ഇയർ തുടങ്ങുന്ന സമയത്ത് ബിഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലുണ്ടാകുന്ന സ്റ്റോക്കിനെയാണ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. ദെൻ നോക്കിക്കേ, ഇറ്റ് ഈസ് ആൾവേസ് ഷോൺ ഇൻ ദ ട്രയൽ ബാലൻസ് ആൻഡ് ട്രേഡിനെ ഡെബിറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഇത് എപ്പോഴും എവിടെ കാണും? ട്രയൽ ബാലൻസിൽ കാണിക്കും. ദെൻ അടുത്ത നോക്കിക്കേ പർച്ചേസസ്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, പർച്ചേസസ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് വിൽക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുന്നു. എന്തിനു വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുന്നു? ഒരു ബിസിനസ് വിൽക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു വെക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പർച്ചേസസ് എന്ന് പറയുന്നത്. ദെൻ ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് ഹാവ് ബീൻ ബോട്ട് ഫോർ റീസെയിൽ. ഇതിനകത്ത് ക്യാഷും as well as ക്രെഡിറ്റ് പർച്ചേസും ഉണ്ടാവും. നമ്മൾ ബിസിനസ് എപ്പോഴും ക്യാഷ് കൊടുത്താണോ സാധനങ്ങൾ മേടിക്കുന്നത്? അല്ല. അതുപോലെ തന്നെ കടത്തിനും വാങ്ങിക്കും, ക്യാഷ് പർച്ചേസും ഉണ്ടാവും, ക്രെഡിറ്റ് പർച്ചേസും ഉണ്ടാവും. ഓക്കെ, ഇതിനടുത്ത നോക്കിക്കേ, ഇതെന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ് ആൻഡ് ഡെബിറ്റ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ് പർച്ചേസസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഡെബിറ്റ് ചെയ്യുന്നു. അടുത്ത് നോക്കി, വേജസ്. നമുക്കറിയാം വേജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, കൂലി എന്ന് പറയും മലയാളത്തിൽ. വേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പോഴേ കേൾക്കുക, വേജസ് ഈസ് എ ഡയറക്റ്റ് എക്സ്പെൻസ്. ഇതെപ്പോഴും ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. വേജസ് ആൻഡ് സാലറി. സാലറി എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. വേജസ് ആൻഡ് സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. എന്നാൽ സാലറീസ് ആൻഡ് വേജസ് എന്നാണെങ്കിലോ ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്കത് ഇനി അടുത്ത പറയുമ്പോൾ നമുക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. ഇപ്പോൾ വേജസ് എന്ന് പറഞ്ഞാൽ കൂലിയാണ്. പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള ഇതിനെയാണ് നമ്മൾ വേജസ്, കൂലി എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. ദെൻ അടുത്ത നോക്കേ, ലോഡിംഗ് ആയിക്കോട്ടെ അൺലോഡിംഗ് ആയിക്കോട്ടെ പ്രൊഡക്ഷൻ എല്ലാം അതുമായി ബന്ധപ്പെട്ട് എന്ത് കൂലി കൊടുത്താലും എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും. വേജസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നതാണ്, ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇതിനെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ വേജസ് ആൻഡ് സാലറി. അതുപോലെ തന്നെ വേജസ് ആൻഡ് സാലറി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? ട്രേഡിംഗ് അക്കൗണ്ടിൽ വേജസ് ആദ്യം വന്നാൽ ഒന്നും ഒരുപാട് കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. വേജസ് ആദ്യം വന്നോ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. സാലറി ആദ്യം വന്നോ
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ കേട്ടോ. വേജസ് ആദ്യം വന്നാൽ നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കണം. ഇനഫ്, അത്രേ ഉള്ളൂ. ദെൻ അടുത്ത നോക്കേ. ദെൻ അതുപോലെ തന്നെ വേജസ് ആൻഡ് സാലറീസ് ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. ദെൻ അടുത്ത നോക്കിക്കേ, ക്യാരിയേജ് ഇൻവേർഡ്. ക്യാരിയേജ് ഇൻവേർഡും ഉണ്ട്, ക്യാരിയേജ് ഔട്ട്വേർഡും ഉണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ക്യാരിയേജ് ഇൻവേർഡും ക്യാരിയേജ് ഔട്ട്വേർഡും എങ്ങനെയാണ്? ക്യാരിയേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് എക്സ്പെൻസസ് ആണ്. എപ്പോഴാണ് വന്നത് ഇത്? ഓൺ ബ്രിങ്ങിങ് ദ മെറ്റീരിയൽ ഗുഡ്സ് പർച്ചേസ്ഡ് ടു ദ പ്രൊഡക്ഷൻ പ്ലേസസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ് പ്ലേസസിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ കയറ്റി ഇറക്ക് കൂലി, മനസ്സിലായോ? കയറ്റിറക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചിലവുകളെയാണ് നമ്മൾ ക്യാരിയേജ് ഇൻവേർഡ്സ് എന്ന് പറയുന്നത്. ദെൻ ക്യാരിയേജ് എന്ന് പറഞ്ഞാൽ ക്യാരിയേജ് ഇൻവേർഡ്സ് ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് ഈസ് ട്രീറ്റഡ് ആസ് എ ക്യാരിയേജ് ഇൻവേർഡ്. ക്യാരിയേജ് ഇൻവേർഡ് ട്രയൽ ബാലൻസിൽ തന്നാൽ നമ്മൾ എന്തായി കാണിക്കുന്നു? അതിനെ ക്യാരിയേജ് ഇൻവേർഡായിട്ട് കാണിക്കുന്നു. ഒരു പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് കയറ്റി ഇറക്ക് ഇത് അതുമായി ബന്ധപ്പെട്ട ചിലവുകൾ നോക്കിക്കേ. ക്യാരിയേജ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ട്രാൻസ്പോർട്ട് എക്സ്പെൻസസ് വിച്ച് ഇൻക്ലൂഡ് ഓൺ ദ ബ്രിങ്ങിങ് ഓഫ് മെറ്റീരിയൽ ഗുഡ്സ് പർച്ചേസ്ഡ് ടു ദ പ്രൊഡക്ഷൻ പ്ലേസ് ഓഫ് ദ ബിസിനസ്. ദെൻ അടുത്ത് നോക്കിക്കേ, ഇറ്റ് ഈസ് ഡെബിറ്റഡ് ടു ട്രേഡിംഗ് അക്കൗണ്ട്. ഇതിന് എന്താണ് ചെയ്യുന്നത്? ഡെബിറ്റ് ചെയ്യുന്നു. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞു വേജസ് ഡെബിറ്റ് ചെയ്യുന്നു, ക്യാരിയേജ് ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ ആണോ? ദെൻ അടുത്തത് ക്യാരിയേജ് ഔട്ട്വേർഡ്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൺഫ്യൂസിങ് ആവരുത്. ക്യാരിയേജ് ഔട്ട്വേർഡ് ഇതെന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്യാരിയേജ് ഇൻവേർഡ് അല്ല, ക്യാരിയേജ് ഔട്ട്വേർഡ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. They are incurred for the transporting the finished product to distribution houses. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു, ഡയറക്റ്റ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതിന് ഡയറക്റ്റ് എക്സ്പെൻസ് ഒന്നും. ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഹൗസസിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട ചിലവുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാരിയേജ് ഔട്ട്വേർഡ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് കാണിക്കുന്നത്? ഇത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുന്നത്. ദെൻ അടുത്ത നോക്കേ, ഒക്ട്രോയി എന്ന് പറഞ്ഞാൽ ഇതൊരു ഡ്യൂട്ടിയാണ്. ലോക്കൽ സ്റ്റേറ്റ് ഓർ ഗവൺമെൻറ് ഓൺ സർട്ടൺ കാറ്റഗറീസ് ഓഫ് ഗുഡ്സ് ദേ എൻ്റർ ഇൻ ദി ഏരിയ. ഒക്ട്രോയി ചാർജസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഒക്ട്രോയി ചാർജസ് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ടാക്സ് ലോക്കൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സ് ആണ്. എന്തുമായി പെട്ടത്? സർട്ടൺ കാറ്റഗറീസ് ഓഫ് ഗുഡ്സ് ആസ് ദേ അവരുടെ ഏരിയയിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ ഒക്ട്രോയി ചാർജ് കൊടുക്കണം. ദെൻ ഇറ്റ് ഈസ് എ ചാർജ് ഓൺ allowing ട്രാൻസിറ്റ് ഓഫ് ഗുഡ്സ് ത്രൂ ദ ജൂറിഡിക്ഷൻ. ഓക്കെ, അത് നമുക്ക് പ്രൊഡക്ഷൻ ഹൗസിലേക്ക് എത്തുന്നത് വരേക്കിനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ചിലവാണത്. ഇനി സെയിൽസ് എന്താണ്? സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞ കാര്യമാണ്. നമ്മൾ വിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതിനെ വിൽക്കുന്നു, അതിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. ദെൻ ഈ സെയിൽസ് ആണ് ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ മേജർ റവന്യൂ എന്ന് പറയുന്നത്. സെയിൽസ് ആണ് ഏറ്റവും വലിയ റവന്യൂ. ദെൻ ഇതിനെ നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലെ എവിടെ കാണിക്കുന്നു? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസുകൾ കാണിക്കുന്നു, സെയിൽസിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു, അല്ലേ? ദെൻ അടുത്ത നോക്കിക്കേ, ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ട്രയൽ ബാലൻസിലെയും ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ട്രയൽ ബാലൻസിലും എവിടെയാണ് കാണിക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അടുത്ത് നോക്കിക്കേ, സെയിൽസ് റിട്ടേൺ അല്ലെങ്കിൽ റിട്ടേൺ ഇൻവേർഡ്. ഓക്കെ, സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ സെയിൽസിൽ നിന്നും ടോട്ടൽ എത്ര രൂപയുടെ സെയിൽ ഉണ്ടായിരുന്നോ ആ ടോട്ടൽ സെയിൽസിൽ നിന്നും വിറ്റ സാധനം തിരിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിനെ നമ്മൾ കുറയ്ക്കുന്നു. അതിനെയാണ് സെയിൽസ് മൈനസ് സെയിൽസ് റിട്ടേൺ ആണ് ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. ദെൻ നോക്കിക്കേ, ഈ ഗുഡ്സ് വിച്ച് ആർ റിട്ടേൺ ടു ദ കസ്റ്റമേഴ്സ് ഈസ് ടേംഡ് ആസ് സെയിൽസ് റിട്ടേൺസ്. ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രയൽ ബാലൻസ്. ദെൻ ഞാൻ പറഞ്ഞില്ലേ, സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്, സെയിൽസ് റിട്ടേണിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ദെൻ അടുത്ത നോക്കേ, ദെൻ ഇറ്റ് ഈസ് ഡിഡക്റ്റഡ് ഫ്രം സെയിൽസ് ആൻഡ് ഷോൺ ഇൻ ദ ട്രേഡിംഗ് അക്കൗണ്ട്. അടുത്ത നോക്കിക്കേ, ക്ലോസിംഗ് സ്റ്റോക്ക് അഥവാ ഇൻവെൻ്ററി. എന്താണ് ഇൻവെൻ്ററി എന്ന് പറഞ്ഞാൽ? ദ ഗുഡ്സ് വിൽക്കാതിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം വിൽക്കാതിരിക്കുന്ന ഗുഡ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. വിറ്റിട്ടില്ല, ഓക്കെ, വിൽക്കാതെ ബാലൻസ് ഇരിക്കുന്ന ഗുഡ്സാണ് എന്തെന്ന് പറയുന്നത്? ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ അടുത്ത നോക്കിക്കേ, നോർമലി ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് നോട്ട് ഇൻ ഷോൺ ഇൻ ട്രയൽ ബാലൻസ്. Normally, closing stock is not shown in trial balance and it is shown as an adjustment. Normally, closing stock നമ്മൾ
എവിടെ കാണിക്കില്ല? ട്രയൽ ബാലൻസിൽ കാണിക്കത്തില്ല. ഇതെവിടെയാണ് കാണിക്കുന്നത്? ഷോൺ ഇൻ ആൻ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് നമ്മൾ കാണിക്കും. കേട്ടല്ലോ, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ദെൻ ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഇൻ ഷോൺ ഇൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. വളരെ ശ്രദ്ധിക്കുക, നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ കാണിക്കുമെന്ന് പറഞ്ഞല്ലോ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ നമുക്ക് നോർമലി നമുക്ക് ഈ എക്സ്പെൻസുകളൊന്നും ഡയറക്റ്റ് ആരെങ്കിലും തരത്തില്ല. ഓൾറെഡി കുറേ എക്സ്പെൻസുകൾ തരും. എന്നിട്ട് അതിനകത്ത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കാണും, ഇനി അടുത്ത വർഷത്തെ ഈ വർഷം കൊടുത്തു എന്നുള്ളത് കാണും, പിന്നെ പ്രൊവിഷൻസ് കാണും. അങ്ങനെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടെ നമ്മൾ പഠിക്കണം. ഇതിനൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ ഓക്കെ, നമ്മൾ ഇത് തരുന്ന സമയത്ത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റോൺ ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കണം, അതുപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. ഇതിനടുത്ത് നോക്കിക്കേ, ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഇൻ ദ ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നിയെന്നുണ്ടെങ്കിൽ, അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലും കാണിക്കും, അതുപോലെ തന്നെ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കും. എന്നാൽ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രയൽ ബാലൻസിൽ തന്നാൽ ഇത് എവിടെ മാത്രമേ കാണിക്കുകയുള്ളൂ? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രമേ കാണിക്കത്തുള്ളൂ. എങ്ങനെയാണ് ഇതിനെ നമ്മൾ എപ്പോൾ കണ്ടുപിടിക്കുന്നു? അപ്പം ഇതിനെ നമ്മൾ കൺസിഡേർഡ് ആസ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഹാസ് ബീൻ ഓൾറെഡി അഡ്ജസ്റ്റഡ് ഇൻ ദ വിത്ത് പർച്ചേസസ്. പർച്ചേസുമായി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതായിട്ട് കണക്കാക്കും. ഒന്നും കൂടി പറയാം, അതായത് ക്ലോസിംഗ് സ്റ്റോക്കിനെ നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ, ഇഫ് ദി ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഷോൺ ഇൻ ആൻ അഡ്ജസ്റ്റ്മെൻറ്റ് ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ്. ഇതിനെ നമുക്ക് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ, ക്ലോസിംഗ് സ്റ്റോക്കിനെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് തന്നാൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കും. ഓക്കെ ആണ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കും. കൺഫ്യൂഷൻ ഇല്ല, ഓക്കെ ആണ്. അടുത്തത് ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിലാണ് തരുന്നതെന്നുണ്ടെങ്കിലോ, ട്രയൽ ബാലൻസിൽ തന്നാൽ നമ്മൾ ഇതിനെ എവിടെ മാത്രം കാണിക്കും? ഒൺലി ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രമേ കാണിക്കത്തുള്ളൂ. എവിടെ കാണിക്കുന്നു? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രമേ കാണിക്കത്തുള്ളൂ. എന്നിട്ട് നമ്മൾ എന്താണ് നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കൺസിഡേർഡ് ദാറ്റ് ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഹാസ് ഓൾറെഡി ബീൻ അഡ്ജസ്റ്റഡ്. ക്ലോസിംഗ് സ്റ്റോക്ക് പർച്ചേസുമായി ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്തു നമ്മൾ നമ്മൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തും. മനസ്സിലായോ? ഇതിനടുത്തത് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്. നമ്മൾ വാല്യൂഷൻ നമ്മൾ പഠിച്ചതായിരുന്നു അല്ലേ? വാല്യൂഷനകത്ത് പഠിച്ചിട്ടില്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലെസ്. ഏതാണോ ചെറുത് നമ്മൾ അതേ രീതിയിലാണ്. കൺസർവേറ്റിസം എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾസിനകത്ത് നമ്മൾ പഠിച്ചിട്ടില്ലേ? നമ്മൾ കോസ്റ്റ് പ്രൈസും മാർക്കറ്റ് പ്രൈസും കൂടി നോക്കിയതിന് ശേഷം കമ്പയർ ചെയ്തിട്ട് ഏതാണോ കുറവുള്ളത് ആ എമൗണ്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ ആണോ? ദെൻ അടുത്തത് ഇതെന്ന് പറഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് കറണ്ട് അസറ്റ്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ബാക്കി നമ്മൾ നോക്കേ. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള എക്സ്പെൻസുകളാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, നമ്മുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടോ ഒരു ബിസിനസ്സിലെ ഒരു പ്രോഡക്റ്റിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജിൽ എത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചിലവുകളുണ്ടായോ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. നോക്കിക്കേ, എക്സ്പെൻസസ് ആർ ഇൻകേർഡ് ഓൺ പർച്ചേസിങ് ഗുഡ്സ് ദം ഇൻ ടു ദ ബ്രിങ്ങിങ് ദം ടു ദ ബിസിനസ് പ്രമിസസ് ആൻഡ് മേക്കിംഗ് ദം ഫിറ്റ് ഫോർ സെയിൽ. സച്ച് എക്സ്പെൻസസ് ആർ ഡെബിറ്റഡ് ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഇതെല്ലാം നമ്മൾ പറഞ്ഞാണ് വേജസ്, ഒക്ടോയി, ഡോക്ടർ, ഈ ചാർജസുകളെല്ലാം തന്നെ എന്താണ്? എവിടെയാണ്? ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ ഹെഡിലാണ് വരുന്നത്. എന്താണ് റോയൽറ്റി എന്ന് പറഞ്ഞാൽ? റോയൽറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ഡയറക്റ്റ് എക്സ്പെൻസസ് ഓൺഗോഡ് ബൈ ദ ബിസിനസ് ഫോർ യൂസിങ് ദ റൈറ്റ് ഓഫ് അനദർ പേഴ്സൺ. ഒരു വ്യക്തിയുടെ റൈറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി പുതുതായിട്ട് ഒരാൾ കണ്ടുപിടിച്ചു, ആ കണ്ടുപിടിച്ചത് നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ റോയൽറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതും ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ദെൻ എമൗണ്ട് പെയ്ഡ് ബൈ ദ പബ്ലിഷിംഗ് കമ്പനി ടു ദി ഓതർ. ഞാനിപ്പോൾ ഒരു ബുക്ക് എഴുതി, അത് ബുക്ക് എഴുതിയിട്ട് പബ്ലിഷ് ചെയ്ത് വിൽക്കുന്ന കമ്പനിക്കാണ് പൈസ കിട്ടുന്നത്. അപ്പം എനിക്ക് കമ്പനി തരുന്ന പൈസയാണ് നമ്മൾ റോയൽറ്റി എന്ന് പറയുന്നത്. ദെൻ ദി എമൗണ്ട് ഗിവൺ ഫോർ ലീസിങ് എ ക്വാറി ലീസ് ചെയ്യുന്നത് നോർമലി റോയൽറ്റി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇഫ് ഇറ്റ് ഈസ് പെയ്ഡ് ഓൺ പ്രൊഡക്ഷൻ, ഓക്കെ, ബട്ട് ഇഫ് ദ റോയൽറ്റി പ്രൊഡക്ഷന് വേണ്ടി പെയ്ഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട്. ഇഫ് ദ റോയൽറ്റി ഈസ് പെയ്ഡ് ഓൺ ദി ബേസിസ് ഓഫ് സെയിൽസ് ഇറ്റ് ഷുഡ് ബി ചാർജ്ഡ്.
അതായത് വിൽപ്പനയ്ക്കനുസരിച്ചാണ്, ഇപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ ഇത്ര രൂപ റോയൽറ്റി കൊടുക്കും എന്നുള്ള ബേസിലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അതുകൊണ്ട് അതിനെ P&L അക്കൗണ്ടിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? ദെൻ അടുത്ത് നോക്കിക്കേ, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്. അതായത് ദീസ് ആർ ദ ഡയറക്റ്റ് എക്സ്പെൻസസ്. കോട്ടൺ വേസ്റ്റ് ആയിക്കോട്ടെ, ഗ്രീസ്, എൻജിൻ ഓയിൽ എല്ലാം തന്നെ ഇതിന് എക്സാമ്പിളാണ്. ഇതിനടുത്തത് ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, അതായത് ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്നും ക്യാഷോ ഗുഡ്സോ എടുത്തുകൊണ്ട് പോകുന്നതിനെ പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. ഓക്കെ ആണോ? ഒരു വ്യക്തി അയാളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്നും ക്യാഷോ ഗുഡ്സോ എടുത്തുകൊണ്ട് പോകുന്നതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നു. നോക്കിക്കേ, ക്യാഷ് ഓർ ഗുഡ്സ് ടേക്കൺ ബൈ ദ പ്രൊപ്പറൈറ്റർ ഫ്രം ദ ബിസിനസ് ഫോർ പേഴ്സണൽ യൂസ് ഈസ് നോൺ ആസ് ഡ്രോയിങ്സ്. ദെൻ അടുത്തത് ഇൻകം ടാക്സ് പെയ്ഡ് ബൈ ദ ബിസിനസ് ഫോർ ദ പ്രൊപ്പറൈറ്റർ ഈസ് ട്രീറ്റഡ് ആസ് ഡ്രോയിങ്സ്. ബിസിനസ്സിൽ നിന്നും ബിസിനസ്സുകാരൻ പൈസ എടുത്തിട്ട് ഇൻകം ടാക്സ് അടച്ചു. ബിസിനസ്സിൽ നിന്നും ഈ ബിസിനസ് ചെയ്തത് കൊണ്ടാണ് ബിസിനസ്സുകാരന് ടാക്സ് അടയ്ക്കേണ്ടി വന്നത്. പക്ഷേ നമ്മൾ ബിസിനസ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ടല്ലേ? ബിസിനസ്സുകാരനും ബിസിനസ്സും രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സുകാരൻ്റെ ടാക്സ് ബിസിനസ്സിൽ നിന്നും എടുത്തടച്ചാലും ബിസിനസ് അതിനെ ഡ്രോയിങ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ദെൻ അടുത്തത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ബൈ ദ ബിസിനസ് ഫോർ ദ പ്രൊപ്പറൈറ്ററിന്. അതായത് ഞാൻ എൻ്റെ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നു, ബിസിനസ്സിൽ നിന്നും എടുത്ത് ഇൻഷുറൻസ് പ്രീമിയം അടച്ചാലും അത് ഡ്രോയിങ്സ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബിസിനസ്സിൽ നിന്ന് എടുത്തുകൊണ്ടാണ് അത് ട്രീറ്റ് ചെയ്തത് ഡ്രോയിങ്സ് ആയിട്ട്. ദെൻ പിന്നെ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഓർ ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് ഓഫ് ദ പ്രൊപ്പറൈറ്റർ. അതുപോലെ തന്നെ നമുക്ക് ഈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യപ്രകാരം സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ബിസിനസ്സിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങൾ എടുക്കുന്നു, ഗുഡ്സ് ആയിക്കോട്ടെ ക്യാഷ് ആയിട്ട് എടുക്കുന്നു, അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നു. ഒരു കൺഫ്യൂഷനും വേണ്ട കാര്യമില്ല. ഓക്കെ, അടുത്തത് നോക്കിക്കേ. ഇനി അടുത്തതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഓപ്പറേറ്റിംഗ് റവന്യൂ ഓവർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. എക്സ്പെൻസിനെക്കാട്ടി കൂടുതൽ റവന്യൂ വന്നാൽ നമ്മളതിനെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നു. പ്രോഫിറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഡിഡക്റ്റിംഗ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഫ്രം ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും തമ്മിലുള്ള വ്യത്യാസമാണത്. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളെന്ന് പറഞ്ഞാൽ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഈ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ കാര്യം പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്കറിയാം ഡയറക്റ്റ് എക്സ്പെൻസുകളാണ് എന്നുള്ള കാര്യം അറിയാം. പിന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളായ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് എന്തൊക്കെയാണ് ഓപ്പറേറ്റിംഗ്? ഇത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടത്, പക്ഷെ അത് നേരിട്ട് പ്രൊഡക്ഷനുമായി ബന്ധമില്ല. മനസ്സിലായോ? ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ. ദെൻ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട ചിലവുകൾ, അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസുകൾ, ഇതെല്ലാം തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളായ ഇൻട്രസ്റ്റ്, ചാർജ്, ലോസ് ബൈ ഫയർ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ദെൻ ഇതിനെയെല്ലാം തന്നെ ഒരിക്കലും നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാറില്ല. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ദൈനംദിന ചിലവുകൾ കുറച്ചിട്ടുള്ള പ്രോഫിറ്റുകളെ നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ പറയുന്ന നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആയ ഇൻട്രസ്റ്റോ, നമുക്കിപ്പം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്തു, ടാക്സ്, ദെൻ തീ കത്തി കുറേ കാര്യം പോയി, ദെൻ ഒരു ഫിക്സഡ് അസറ്റ് വിറ്റപ്പോൾ നഷ്ടമുണ്ടായി, ഇതൊന്നും നമ്മൾ കൂട്ടാറില്ല. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളായ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളെല്ലാം കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ചാർജസ്, ഇതെല്ലാം തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകൾ കുറച്ച് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കുറയ്ക്കുമ്പോഴാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിനെ നമ്മൾ ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ്, നമുക്ക് ഇൻട്രസ്റ്റും ചാർജും കൊടുക്കുന്നതിന് മുമ്പ് കിട്ടുന്ന ഏണിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് വലിയ ബന്ധമൊന്നുള്ള കാര്യമല്ല, എങ്കിലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ,
ദെൻ അടുത്തതാണ് നമ്മുടെ സ്വന്തം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്? എന്താണ് ഇവിടെ വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ് വരുന്നതെന്ന് പറഞ്ഞു അല്ലേ. വളരെ വേഗത്തിൽ നമുക്ക് പറയാം എന്തെല്ലാം ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ വരുമെന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. ബിസിനസ്സിൽ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ എന്താണ് വന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നെറ്റ് റിസൾട്ട് ആണ്. ഒരു ബിസിനസ്സിൻ്റെ നെറ്റ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതും അതുപോലെ തന്നെ എന്താണ്? ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയും ഡെബിറ്റ് ചെയ്യുന്നു. ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ നോക്കിക്കേ, ഇതെന്ന് പറഞ്ഞാൽ ഒരു റവന്യൂ അക്കൗണ്ടാണ്. ദെൻ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാ റവന്യൂ ഐറ്റംസും റവന്യൂ എക്സ്പെൻസുകളെ എല്ലാം കൂടി അതിൻ്റെ ലെഡ്ജർ ബാലൻസ് എടുത്തിട്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ നോമിനൽ അക്കൗണ്ട് ആർ ട്രാൻസ്ഫേർഡ് ടു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ത്രൂ മേക്കിംഗ് ക്ലോസിംഗ് എൻട്രീസ്. നോമിനൽ അക്കൗണ്ടുകളെയെല്ലാം നമ്മൾ അതിൻ്റെ ലെഡ്ജർ ബാലൻസ് എടുത്തതിന് ശേഷം ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതിനെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് അതിനെ ക്ലോസ് ചെയ്യുന്നത്. ഓരോ മാസവും റെൻറ്റ് കൊടുക്കും. ടോട്ടൽ റെൻ്റ് അക്കൗണ്ട് ലെഡ്ജറിൽ നിന്നും നമ്മൾ എടുക്കുന്നു. ദെൻ അത് റെൻ്റ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. ദെൻ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നു. ദെൻ മനസ്സിലായോ? വേജസ് കൊടുത്തു, ഇറക്ഷൻ ചാർജ് കൊടുത്തു, ഓരോ മാസത്തെയും അല്ലെങ്കിൽ ഓരോ ദിവസത്തെയും ഇങ്ങനെ കൂട്ടി വയ്ക്കുന്നു. ദെൻ ലെഡ്ജറിൻ്റെ ടോട്ടൽ എടുക്കുന്നു, ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ. ദെൻ അടുത്തത് ഡെബിറ്റ് ബാലൻസ് ഓഫ് ഓൾ നോമിനൽ അക്കൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ദ ഡെബിറ്റ് ബാലൻസ് ഓഫ് ഓൾ നമ്മളിപ്പോൾ പറഞ്ഞതല്ലേ ഇത്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ മേക്കിംഗ് ട്രാൻസ്ഫർ എൻട്രി. നമ്മൾ അക്കൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. നമ്മൾ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ നോമിനൽ അക്കൗണ്ടുകളെല്ലാം തന്നെ നോമിനൽ അക്കൗണ്ടുകൾ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്ലോസിംഗ് എൻട്രി എഴുതി ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പിന്നെ ഡെബിറ്റ് ബാലൻസ് ഓഫ് നോമിനൽ അക്കൗണ്ട് ആർ ട്രാൻസ്ഫേർഡ് ടു ദ ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഡെബിറ്റ് ബാലൻസിനെല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അതുപോലെ തന്നെ P&L അക്കൗണ്ടിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് നോമിനൽ അക്കൗണ്ടിനെ ട്രാൻസ്ഫേർഡ് ടു ദ ക്രെഡിറ്റ് സൈഡ്. പ്രത്യേകിച്ച് ഇത് പറയേണ്ട കാര്യമില്ലല്ലോ. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതിന് ഡെബിറ്റ് സൈഡിലും ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട സെയിൽസ് അബ്നോർമൽ ലോസ് എല്ലാം തന്നെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും അല്ലേ. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസിനെ എല്ലാം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട് ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റംസിനെല്ലാം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അതുമായി അവിടുത്തെ എക്സ്പെൻസുകളെല്ലാം നമ്മൾ ക്ലോസ് ചെയ്ത് ക്ലോസിംഗ് എൻട്രി എഴുതി അങ്ങോട്ട് മാറ്റുന്നു. ഇത്രയേ ഉള്ളൂ. ഇതിനടുത്തത് ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് ഓഫ് എക്സ്പെൻസസ് ആൻഡ് ഇൻകം ഫോർ എ പർട്ടിക്കുലർ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനടുത്തത് ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ എ പർട്ടിക്കുലർ പീരീഡ് നോർമലി അറ്റ് ദി എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ അവസാനമായിരിക്കും ഇത് കൂടുതലും പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിനടുത്തത് ഡെബിറ്റ് ബാലൻസ് ഇൻ P&L അക്കൗണ്ട് ഷോസ് ദ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദ P&L അക്കൗണ്ട് ഷോസ് നെറ്റ് ലോസ്. അതായത് ഡെബിറ്റ് ബാലൻസ് P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് വന്നാൽ അത് ലാഭത്തെയും, എന്നാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് വന്നാൽ അത് എന്തിനേയും കാണിക്കുന്നു? നഷ്ടത്തിനെയും കാണിക്കുന്നു. അടുത്തത് നെറ്റ് പ്രോഫിറ്റ് ഏറ്റവും അവസാനം വരുന്ന ലാഭമാണ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് കറക്റ്റ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളും കഴിഞ്ഞു, ട്രേഡിങ് എക്സ്പെൻസുകളെല്ലാം കുറച്ചു, P&L അക്കൗണ്ടിൽ വരുന്ന എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം കുറച്ചു, അതിൽ നിന്നൊരു ലാഭം കിട്ടി, ആ ലാഭത്തിൽ നിന്ന് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം കുറച്ചതിന് ശേഷം നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടുന്നതാണ് ട്രേഡ് റിസൾട്ട്. ലാഭം അഥവാ നഷ്ടം, ഒന്നുകിൽ ലാഭമായിരിക്കാം അല്ലെങ്കിൽ നഷ്ടമായിരിക്കാം. മനസ്സിലായോ? അതാണ് ബിസിനസ്സിൻ്റെ ശരിക്കുമുള്ള റിസൾട്ട് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് ആണ്. ദെൻ അടുത്ത നോക്കേ, നെറ്റ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ മേക്കിംഗ് ട്രാൻസ്ഫർ എൻട്രി. ട്രാൻസ്ഫർ എൻട്രി എഴുതി നമ്മൾ എന്ത് ചെയ്യും? നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്, നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എങ്ങനെയാണ് ട്രാൻസ്ഫർ എൻട്രി എഴുതി? ശരിക്കും പറഞ്ഞാലേ ഞാനൊരു ബിസിനസ് ചെയ്യുവാണ്, എൻ്റെ ഫൈനൽ അക്കൗണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് ലാഭം ആരാ എടുക്കുന്നത്? ഞാൻ തന്നെ അല്ലേ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കല്ലേ ലാഭം പോകുന്നത്. അത്രയേ ഉള്ളൂ. ദെൻ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും
പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം കൂടി നമ്മൾ ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ നിന്നും നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകവും കൂടി കൂട്ടിയതിന് ശേഷം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൻ്റെ ഡിഫറൻസ് കാണും. ഇതിനടുത്തത് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ലൈക്ക് ഇൻട്രസ്റ്റ്, ടാക്സ്, ലോസ് ബൈ ഫയർ, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഇതെല്ലാം തന്നെ എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്, സ്ഥിരമായി വരാത്ത ചിലവുകളാണ്. ഇതിനടുത്തത് നോൺ ഓപ്പറേറ്റിംഗ് വരുമാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഇൻട്രസ്റ്റ് കിട്ടി, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, കമ്മീഷൻ റിസീവ്ഡ്, അതുപോലെ തന്നെ റെൻറ്റ് റിസീവ്ഡ്. റെൻറ്റ് റിസീവ്ഡ് ആണ്, റെൻ്റ് അല്ല. വെറുതെ റെൻറ്റ് കണ്ടാൽ അങ്ങനെയല്ല, റെൻറ്റ് റിസീവ്ഡ്. ഓക്കെ, നോക്കിക്കേ. ഇനി അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പറഞ്ഞില്ലേ, ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത അതേ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് എടുത്തെഴുതി, നമ്മൾ ആ ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ഗ്രോസ് പ്രോഫിറ്റ് എടുത്തെഴുതുന്നു. ദെൻ നോക്കിക്കേ, സാലറീസ് ആൻഡ് വേജസ്, കണ്ടോ? സാലറീസ് ആൻഡ് വേജസ് വന്നു. റെൻറ്റ്, റേറ്റ്, ടാക്സസ്, പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, ടെലിഫോൺ ചാർജസ്, ക്യാരിയേജ്, അഡ്വർടൈസിങ്, ഇൻഷുറൻസ്, ഓഡിറ്റ് ഫീ, ഇതെല്ലാം എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസാണ്. പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമില്ലാത്ത, എന്ന് വെച്ചാൽ ട്രേഡിംഗ് അക്കൗണ്ട് വരുന്ന ഐറ്റംസ് പഠിച്ചാൽ മതി. അപ്പോൾ പിന്നെ അത് വരാത്ത എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുമെന്ന് ഓർത്താൽ മതി. ഇതിനടുത്തത് എന്തൊക്കെയാണ്? കമ്മീഷൻ റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, റെൻറ്റ് റിസീവ്ഡ്. ഇതെന്ന് പറഞ്ഞാൽ റിസീവ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്താണ് വരുന്നത്, റിസീവ്ഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് വരും കേട്ടോ. ദെൻ റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് ഡിവിഡൻറ്റ് റിസീവ്ഡ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. ഓക്കെ, ദെൻ അടുത്തത് ബാങ്ക് ചാർജ്, ലീഗൽ ചാർജ്, കമ്മീഷൻ. കണ്ടോ? കമ്മീഷൻ ഇവിടെ വന്നു, കണ്ടോ? കമ്മീഷൻ ഇവിടെയാണ് വന്നേ. കമ്മീഷൻ റിസീവ്ഡ് ആയപ്പോൾ എവിടെ ആയി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ദെൻ കമ്മീഷൻ, ക്യാരിയേജ് ഔട്ട്വേർഡ്. കണ്ടോ? ക്യാരിയേജ് ഇൻവേർഡ് എവിടെയാണ് വന്നേ? ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വന്നേ അല്ലേ? ക്യാരിയേജ് ഇൻവേർഡ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വന്നു. ക്യാരിയേജ് ഔട്ട്വേർഡ്. ദെൻ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ബാഡ് ഡെറ്റ്. ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബാഡ് ഡെറ്റും പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റും എന്താണ്? ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി തിരിച്ച് കിട്ടാത്ത പൈസയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു 5000 രൂപ തരാനുള്ള ഒരാളുണ്ടായിരുന്നു, പുള്ളിയെ എന്താ പറയുക, പാപ്പരായിട്ട് പ്രഖ്യാപിച്ചു, ഇനി ഒരിക്കലും അത് കിട്ടത്തില്ല. സോ ബാഡ് ഡെറ്റ്. ദെൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കൊരു 50,000 രൂപ കുറേ പേര് തരാനുണ്ട്, കുറേ പേര് കൊച്ചു എമൗണ്ടുകളായിട്ട് എനിക്ക് ടോട്ടൽ ഒരു 50,000 രൂപ പുറത്തുനിന്ന് കിട്ടാനുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വർഷവും ഇവരിലെ കുറച്ച് പേരെങ്കിലും എനിക്ക് പൈസ തരാൻ മടി കാണിക്കുമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാ വർഷവും ഈ ഡെറ്റേഴ്സിൽ നിന്നും, ഈ ടോട്ടൽ ഡെറ്റേഴ്സിൽ നിന്നും ഒരു നിശ്ചിത ശതമാനം ഞാൻ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്നും പറഞ്ഞിട്ട് എഴുതിത്തള്ളും. ഇപ്പോൾ 50,000 രൂപ ഉണ്ടെന്ന് വെച്ചോ, സപ്പോസ് ഞാനൊരു 10% വെച്ച് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ക്രിയേറ്റഡ് ഫോർ 10% എന്ന് കൊടുത്തിട്ട്, എക്സാമ്പിൾ ഞാൻ പറയുക, അങ്ങനെ ആവണമെന്നൊന്നുമില്ല. അപ്പം 5,000 രൂപ ടോട്ടൽ ഡെറ്റേഴ്സ് ഉണ്ട്, 50,000 ടോട്ടൽ ഡെറ്റേഴ്സ് ഉണ്ട്. അതിനകത്ത് 10% പേര് തരത്തില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് 10% പ്രൊവിഷൻ ഞാൻ വെക്കുന്നു. അങ്ങനെ എത്ര രൂപയായി? മാസം 5,000 രൂപ. ഒരു പ്രൊവിഷൻ ഫോർ മാസമല്ല നമ്മൾ കാണാം, പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞ് വർഷാവർഷം അത്രയും നമ്മൾ എഴുതിത്തള്ളുന്നു. ലാഭത്തിനെ കുറയ്ക്കുന്ന ഐറ്റമാണിത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊന്നുമില്ല. നേരെ മറിച്ച് ഈ ഡെറ്റേഴ്സ് എല്ലാം കൂടി നമുക്ക് തരാതിരുന്നാൽ ബിസിനസ്സിന് വലിയൊരു നഷ്ടം സംഭവിക്കും. അതുകൊണ്ട് കൺസർവേറ്റിസം എന്ന പ്രിൻസിപ്പിൾസ് പ്രകാരം നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ഡെറ്റേഴ്സിൻ്റെ നിശ്ചിത ശതമാനം നമ്മൾ പ്രൊവിഷനിലോട്ട് മാറ്റുന്നു. എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് എന്താ? 50,000 രൂപ ഡെറ്റേഴ്സ് ഉണ്ടായിരുന്നു, അതിനകത്തെ 10% ആൾക്കാർ തരത്തില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാ വർഷവും 5,000 രൂപ വീതം 10% ലാഭത്തിൽ നിന്ന് നമ്മളങ്ങ് എഴുതി തള്ളുക. മനസ്സിലായോ? അതാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ. ദെൻ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ അടുത്തത് ഡിസ്കൗണ്ട് അലവ്. നമുക്ക് തരാനുള്ള കുറേ പേരുണ്ടായിരുന്നു, നമുക്കവർ തരാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിസ്കൗണ്ട് കൊടുത്തു. ഡിസ്കൗണ്ട് അലവ് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നഷ്ടമല്ലേ? ഒരു 5,000 രൂപ തരാനുള്ള ആൾക്ക് നമ്മൾ പറയാം, നിങ്ങളിങ്ങനെ 4,800 തന്നാൽ മതി, 200 രൂപ നമുക്ക് നഷ്ടമല്ലേ? സോ ഡിസ്കൗണ്ട് അലൗഡ്. ദെൻ അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട്. ദെൻ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിപ്രീസിയേഷനെ കുറിച്ച് പറഞ്ഞാൽ ഈ ക്ലാസ് തീരാത്തത്ര കാര്യങ്ങളുണ്ട് ഡിപ്രീസിയേഷനെ കുറിച്ച് നമുക്ക് പറയാൻ. ഡിപ്രീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് അസറ്റിൽ നിന്നും ഓരോ വർഷവും നമ്മൾ ഡിക്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, ഒബ്സൊലസൻസ്, പാസേജ് ഓഫ് ടൈം എന്നാണ് ഡിപ്രീസിയേഷൻ്റെ ഡെഫിനിഷൻ. ഒന്നുമില്ല, നമ്മളിപ്പം ഈ വർഷം ഞാൻ വാങ്ങിച്ചൊരു സാധനം
വളരെ നല്ലതായിട്ട് നമുക്ക് ഈ വർഷം ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അടുത്ത വർഷമാകുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കും. മനസ്സിലായോ? അതിനനുസരിച്ച് നമ്മൾ ഓരോ വർഷവും ഈ തേയ്മാനം നമ്മൾ എഴുതിത്തള്ളും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു എമൗണ്ട് പോകുന്നില്ല എങ്കിലും നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. ഇതൊരു എക്സ്പെൻസ് ആണ്, നമുക്ക് ലാഭത്തിനെ കുറയ്ക്കുന്ന ഐറ്റമാണിത്. സോ ഡിപ്രീസിയേഷൻ വന്നു. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആയിക്കോട്ടെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ട്രേഡ് എക്സ്പെൻസ് കണ്ടോ, ട്രേഡ് എക്സ്പെൻസ് അതുപോലെ തന്നെ ജനറൽ എക്സ്പെൻസ്, ഇതെല്ലാം തന്നെ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. ഓക്കെ ആണോ? നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കും. ഓക്കെ, അടുത്തത് നമുക്കറിയാം സാലറി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് വരുന്നത്. സാലറി ആൻഡ് വേജസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, വേജസ് ആൻഡ് സാലറി എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിലും വരുന്നു. മന്ത്ലി കൊടുക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള കാര്യമല്ല. അടുത്ത് നോക്കേ, റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതും ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. നോക്കിക്കേ, ദ സ്മാൾ എമൗണ്ട് ഓഫ് റിന്യൂവൽ ഓർ റീപ്ലേസ്മെൻറ്റ് റിലേറ്റിംഗ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഫിക്ചേഴ്സ് എക്സെട്ര ഫോർ കീപ്പിംഗ് ദ വർക്കിംഗ് കണ്ടീഷൻസ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഒന്നുമില്ല, നമുക്ക് ഇതിൻ്റെ ഒരു ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന ചിലവാണ്. മനസ്സിലായോ? അതാണ് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, അടുത്തത് ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ഓൺ റിപ്പയറിങ് എ സെക്കൻഡ് ഹാൻഡ് മെഷീനറി. അതായത് നമ്മൾ ഒരു വലിയൊരു എമൗണ്ട്, ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഒരു റിപ്പയേഴ്സിനും മെയിൻ്റനൻസിന് വേണ്ടി ഉപയോഗിക്കുന്നു. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീനറി വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നു. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതിനെ ഒരു എക്സ്പെൻസായിട്ട് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ അതാത് അസറ്റിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കിക്കേ, എക്സ്പെൻസസ് ഇത് ഹെഡ് ആഡ് ടു സച്ച് അസറ്റിൻ്റെ കോസ്റ്റ്, ആ അസറ്റിൻ്റെ കോസ്റ്റിനോട് കൂടി ആഡ് ചെയ്യും. അതായത് നമ്മൾ എറേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എററാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. അതായത് പലപ്പോഴും വന്ന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പറയുകയാണ്, ഒരു അസറ്റ് നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു പ്രിൻസിപ്പിൾ തന്നെയുണ്ട്, കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അറിയാമോ നിങ്ങൾക്ക്? ഒരു ബിസിനസ്സിലേക്ക് നമ്മളൊരു അസറ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതിനെ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചിലവായോ, അക്വയറിങ് ചാർജസ് എത്രയായോ, അതിൻ്റെ അക്വയറിങ് ചാർജസ് ആയിക്കോട്ടെ, ഇറക്ഷൻ ചാർജസ് ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട എല്ലാ ചിലവുകളും നമ്മൾ എക്സ്പെൻസ് ആയിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത്, ആ അസറ്റിനൊപ്പം ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നതുപോലെ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ റിപ്പയറിങ് ഒരു സെക്കൻഡ് ഹാൻഡ് മെഷീനറി നമ്മൾ കൊണ്ടുവന്നു, റിപ്പയർ ചെയ്തു, അതിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ട്രീറ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ അസറ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ചെയ്യുന്നു. ട്രേഡ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ട്രേഡ് എക്സ്പെൻസ് ഉണ്ട്, ട്രേഡ് ചാർജ് ഉണ്ട്. ട്രേഡ് ചാർജ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റമാണ്. ട്രേഡ് ചാർജ്, ട്രേഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് ആണ്, P&L അക്കൗണ്ടിൽ കാണിക്കും. ചാർജും എക്സ്പെൻസും മറന്നു പോകരുത്, ചാർജ് എക്സ്പെൻസ് മറന്നു പോകരുത്. ഓക്കെ, അടുത്തത് ഇനി നമുക്ക് പറയാനുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒന്ന് വെച്ചാൽ നമുക്ക് താഴെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഹെഡിൽ കാണിക്കും എന്തൊക്കെയാണെന്നുള്ളത്. അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കിക്കേ. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് വെച്ചാൽ ജേർണൽ എൻട്രീസ് പാസസ് അറ്റ് ദ ടൈം ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അഡ്ജസ്റ്റിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് ഇൻകം ആൻഡ് അതർ ആൻറ്റിസിപ്പേറ്റഡ് ലോസസ് ആൻഡ് ഗെയിൻസ്. നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് കൺസെപ്റ്റ് പ്രകാരം ഈ പ്രാവശ്യം കിട്ടാനുള്ളതിന് ഈ മാസം കിട്ടാനുള്ളതിന് ഈ മാസം കിട്ടാനുണ്ട് എന്നുണ്ട്. നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഞാനൊരു എമൗണ്ട് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആയിട്ട് കാണിക്കും, കൊടുക്കാനുണ്ട് എന്ന് തന്നെ കാണിക്കും കേട്ടോ. നേരെ മറിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലോ, ഇൻകം എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിലോ അതെനിക്കൊരു ലൈബിലിറ്റിയാണ്. മനസ്സിലായോ? അടുത്തത് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് കാണിക്കുന്നത്? ജേണൽ പ്രോപ്പറിലാണ് കാണിക്കുന്നത്. അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ്. എന്ത് പ്രകാരം? മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് അഡ്ജസ്റ്റിംഗ് എൻട്രീസ് എഴുതുന്നത്. എല്ലാ എക്സ്പെൻസുകളും അതാത് പീരീഡിലെ എക്സ്പെൻസുകളായിട്ട് നമ്മൾ കാണിക്കണം. എക്സ്പെൻസുകളെല്ലാം നമ്മൾ മാച്ച് ചെയ്യണം. ഈ മാസം കൊടുക്കാനുള്ള സാലറി ഈ മാസം തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി ആയിട്ട് കാണിക്കും. അടുത്ത മാസം ആദ്യം നമ്മളത് കൊടുക്കണം. അപ്പോഴും നമ്മൾ ഈ മാസത്തെ എക്സ്പെൻസ് തന്നെയാണത്. മനസ്സിലായോ? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസുകളാണ്. ഹാവ് ബിക്കം
ഡ്യൂ ഓൺ ദി അക്കൗണ്ടിങ് പീരീഡ്, പക്ഷേ ഒരിക്കലും കൊടുത്തില്ല. വന്നു, കൊടുത്തില്ല. ഞാൻ പറഞ്ഞില്ലേ സാലറി കൊടുക്കാനുള്ള ടൈമായി, കൊടുത്തില്ല. പക്ഷേ ഇത് കിട്ടാനുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കാനുള്ളതെല്ലാം ലയബിലിറ്റിയാണ്. ദെൻ അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ ദീസ് എക്സ്പെൻസസ് ആർ ആഡഡ് ടു ദ കൺസേൺഡ് എക്സ്പെൻസ് ആൻഡ് ഷോൺ ആസ് എ ലയബിലിറ്റി. ഇപ്പോൾ വേജസ് നമുക്കിപ്പോൾ ഒന്നുമില്ല, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇത്ര വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. ഏതൊരു എക്സ്പെൻസിനെയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തതിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കണ്ടാൽ ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പഠിക്കുക. ആഡ് ഔട്ട്സ്റ്റാൻഡിങ്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണെങ്കിൽ ഏത് എക്സ്പെൻസിൻ്റെ കൂടെയാണോ അത് കാണിക്കുന്നത് അതിനെ നമ്മൾ ആ എക്സ്പെൻസിനൊപ്പം ആഡ് ചെയ്യുക. ആഡ് ഔട്ട്സ്റ്റാൻഡിങ്. ഇത് ആ ഒരു എത്ര എമൗണ്ട് ആണോ ഔട്ട്സ്റ്റാൻഡിങ് നിൽക്കുന്നത് അതിനെ നമ്മൾ കൊടുക്കാനുള്ള നമ്മുടെ ബാധ്യതയാണ് ലയബിലിറ്റി സൈഡിലെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഓക്കെ. ഇതിനടുത്തത് സബ്മിറ്റ് ചെയ്യുന്ന ട്രയൽ ബാലൻസ്, അഥവാ ട്രയൽ ബാലൻസിലാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിലോ ഇതിനെ ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജേണൽ എൻട്രി എങ്ങനെയാണ് വരുന്നത്? എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഓക്കെ. ജസ്റ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെൻസ് നമ്മൾ ആദ്യമേ കൊടുത്തിടുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതൊരു അസറ്റാണ്. പ്രീപെയ്ഡ് എക്സ്പെൻസുകളെല്ലാം തന്നെ നേരത്തെ നമ്മൾ കൊടുക്കുന്നു, അത് ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റ് സൈഡിൽ കാണിക്കും. നമ്മൾ ഒരു എക്സ്പെൻസ് വരുന്നതിന് മുൻപേ നമ്മളത് കൊടുത്തു തീർക്കുന്നു, അതിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. അത്രേ ഉള്ളൂ. പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് കൊടുക്കാൻ സമയമായില്ല, അതിന് മുമ്പേ നമ്മൾ കൊടുക്കുന്നു. ദീസ് എക്സ്പെൻസസ് ആർ പെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ. ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേക്കാണ് വരുന്നത്. ദെൻ ഈ എക്സ്പെൻസസ് ഡിഡക്റ്റഡ് ഫ്രം ദി കൺസേൺഡ് എക്സ്പെൻസസ് ആൻഡ് ഷോൺ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. നമ്മൾ ആ എക്സ്പെൻസിൽ നിന്ന് കുറയ്ക്കുകയും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യുന്നു. ഇതിനടുത്ത് നോക്കിക്കേ, എങ്ങനെയാണ് ജേണൽ എൻട്രി വരുന്നത്? പ്രീപെയ്ഡ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്പെൻസ് അക്കൗണ്ട്. ഓക്കെ. അടുത്തത് ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഓർ അക്രൂഡ് ഇൻകം എന്നാണ് പറയുക. ഇൻകം നമുക്ക് വന്നു, പക്ഷെ നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല. ഇൻകം ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ്. ഇത് നോക്കിക്കുക, അത് എങ്ങനെയാണ് വരിക? ഈ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഇയറിലെ ഇൻകമാണ്, പക്ഷേ എന്ത് പറ്റിയില്ല, ഇതുവരെയും അത് നമുക്ക് കിട്ടിയിട്ടില്ല. അത്തരം ദിസ് ഇൻകം ഈസ് ആഡഡ് ടു ദ കൺസേൺഡ് ഇൻകം ആൻഡ് ക്രെഡിറ്റഡ്. അത് കാണിക്കുന്ന എവിടെയാണ്? ഇൻകം കൺസേൺഡ് ഇൻകം ഇൻ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് P&L അക്കൗണ്ട് ആൻഡ് ഷോൺ ഇൻ ദി അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. നമുക്ക് കിട്ടാനുള്ളതല്ലേ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇത് നോക്കിക്കേ, എന്താണ് ജേണൽ എൻട്രി? അക്രൂഡ് ഇൻകം അക്കൗണ്ട് ഡെറ്റർ ടു ഇൻകം. ഓക്കെ. നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ബാലൻസ് ഷീറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് നമ്മളിന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ്, എങ്ങനെയാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതുന്നത് എന്നതിനെക്കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഈ ക്ലാസ് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കൃത്യമായി ക്ലാസ്സുകൾ കാണുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.